അതീവ രഹസ്യമായി ഇന്ന് പുലർച്ചെയാണ് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ബിന്ദുവും മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി കനകദുർഗയും സന്നിധാനത്തെത്തിയത്. മഫ്റ്റി പോലീസിന്റെ സുരക്ഷയിലാണ് പമ്പയിൽ നിന്നുള്ള മലകയറ്റം. ദർശനം നടത്തിയ വിവരം യുവതികൾ തന്നെയാണ് പുറത്തുവിട്ടത്. 18ാം പടി ഒഴിവാക്കി VIP വാതിലിലൂടെയാണ് പോലീസ് ഇവരെ സന്നിധാനത്ത് എത്തിച്ചത്. ദർശനം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ യുവതീ പ്രവേശനം സ്ഥിരീകരിച്ചു. കയറിയെന്നത് വസ്തുതയാണ്. അതിന് പോലീസിൻ്റെ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറയാറുണ്ട്, കയറുന്ന ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുമെന്നുള്ളത്. അത് ഉണ്ടായിട്ടുമുണ്ട്. അതാണ് ഉണ്ടായത്. ശബരിമല സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി ശക്തമായ നിലപാട് ആണ് ഒന്നാം പിണറായി സർക്കാർ എടുത്തത്. പക്ഷെ അതിൽ ശക്തിയായ പ്രതിഷേധം ഉണ്ടായതിനു ശേഷം പതുക്കെ അതിൽ നിന്ന് പിൻവലിഞ്ഞു. പിന്നീട് വീടുകളിൽ കയറി മാപ്പ് പറയുന്ന അവസ്ഥ വരെ ഉണ്ടായി. സുപ്രീം കോടതിയിൽ ഈ കേസ് വരുമ്പോൾ സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് നേരത്തെ. ആ അഫിഡവിറ്റ് മാറ്റി ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഈ അഴകുഴമ്പൻ സമീപനം പറ്റില്ല. എന്താണ് നിലപാടെന്ന് കൃത്യമായിട്ട് പറയണം. സ്ത്രീ പ്രവേശനത്തിന് ഇപ്പോഴും സർക്കാർ അനുകൂലിക്കുന്നുണ്ടോ? ഒന്ന്, അനുകൂലിക്കുന്നുണ്ട് എങ്കിൽ ഈ അഫിഡവിറ്റിൽ അവർ ഉറച്ചു നിൽക്കുക. ഇനി അനുകൂലിക്കുന്നില്ല, നേരത്തെ ക്ഷമ ചോദിച്ചതാണ്, മാപ്പ് പറഞ്ഞതാണ്, അന്നത്തെ ദേവസ്വം മന്ത്രി പരസ്യമായിട്ട് അത് തെറ്റുപറ്റിപ്പോയി എന്നെല്ലാം പറഞ്ഞതാണ്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അഫിഡവിറ്റ് പിൻവലിക്കണം. ഏതെങ്കിലും ഒരു നിലപാട് വേണം, അവർ തീരുമാനിക്കട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് മാറുമല്ലോ. UDF ഗവൺമെൻറ് വരുമ്പോൾ UDFിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ ഈ കാര്യത്തിൽ. ആ സ്റ്റാൻഡ് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത് പറയും, ഇവർ കൊടുത്തില്ലെങ്കിൽ. പക്ഷെ നാളെ സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോൾ സർക്കാരിൻ്റെ അഫിഡവിറ്റിൽ, സർക്കാർ നേരത്തെ കൊടുത്ത അഫിഡവിറ്റിൽ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയെന്ന് വ്യക്തമാക്കണം. അത് മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കേണ്ടത്.